47 വർഷത്തിന് ശേഷം നേരിട്ടുള്ള കേരള കോൺഗ്രസ് പോരാട്ടമാണ് ഇത്തവണ കോട്ടയത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ബദ്ധവൈരികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഇരുവർക്കും തോൽവി മരണത്തിന് തുല്യം. അതുകൊണ്ട് തന്നെ ഇരുവരും ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത്തവണ പരിചയസമ്പന്നരുടെ മത്സരം കൂടിയാകുമ്പോൾ ഇരുമുന്നണികളും തുല്യ പ്രതീക്ഷയിലാണ്. ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, പാല, കടുത്തുരുത്തി, വൈക്കം, പിറവം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. 4 UDF-നും 3 LDF-നുമാണ് മേൽക്കൈ. തെരഞ്ഞെടുപ്പ് കണക്കുകളുടെ കളിയിൽ മുൻതൂക്കം കോൺഗ്രസിനാണ്. 17 തെരഞ്ഞെടുപ്പുകളിൽ 12 തവണയും UDF-നൊപ്പം. ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിനിടയിൽ 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരേയൊരു മണ്ണിലെ ചെങ്കൊടി പാറിയിട്ടുള്ളൂ. അത് കോട്ടയമാണെന്നതും ശ്രദ്ധേയമാണ്. അനുകൂലമെന്ന് തോന്നുമ്പോൾ അത് തെറ്റിക്കുന്നതും കോട്ടയത്തിൻ്റെ പതിവാണ്. സംസ്ഥാനത്ത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതിനാൽ അതിൻ്റെ ആത്മവിശ്വാസം ഇരു സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. വ്യക്തിബന്ധങ്ങളും ചിട്ടയായ പ്രചാരണ സംവിധാനങ്ങളും തങ്ങൾക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന് LDF-ഉം കണക്കുകൂട്ടുന്നു. മുന്നണി മാറിയവരോടുള്ള കണക്ക് തീർക്കാനുള്ള നല്ലൊരവസരമായി UDF-ഉം കരുതുന്നു. പുറമേയുള്ള പ്രചാരണങ്ങൾക്കപ്പുറം ശക്തമായ അടിയൊഴുക്കുകൾ ഇത്തവണയുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കോട്ടയത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ റബ്ബറിൻ്റെ വിലയിടിവാണ് ഇരുമുന്നണികളും ഉയർത്തുന്നത്. കർഷകരുടെ വികാരം ആർക്കൊപ്പം നിൽക്കുമെന്നതാകും ഫലം നിർണ്ണയിക്കുക. സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ CP മാത്യുവിനായിരുന്നു വിജയം. സംസ്ഥാനം രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനു തന്നെ. 57-ലും 62-ലും മാത്യു മണിയങ്ങാടൻ കോട്ടയത്തു നിന്ന് പാർലമെന്റിലെത്തി. 1967 കോട്ടയം ആദ്യമായി ചുവന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് KM എബ്രഹാമാണ് കോട്ടയത്തു നിന്ന് പാർലമെന്റിലെത്തിയത്. മണ്ഡല ചരിത്രത്തിൽ 2 സ്ഥാനാർത്ഥികൾ മാത്രമേ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയം നേടിയിട്ടുള്ളൂ. 1971 കോട്ടയത്ത് നിന്ന് ആദ്യമായി കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി പാർലമെന്റിലെത്തുന്നത്. വർക്കി ജോർജിനായിരുന്നു വിജയം. 76-ൽ കേരള കോൺഗ്രസ് പിളർന്നു. ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് LDF-നൊപ്പവും മാണി UDF-നൊപ്പവും നിന്നു. പിളർന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ ഇരു കേരള കോൺഗ്രസുകളും ആദ്യമായി പരസ്പരം ഏറ്റുമുട്ടി. മാണി വിഭാഗത്തു നിന്നും സ്കറിയ തോമസും പിള്ള വിഭാഗം സ്ഥാനാർത്ഥിയായി വർക്കി ജോർജും മത്സര രംഗത്ത്. മാണി വിഭാഗം സ്ഥാനാർത്ഥി സ്കറിയ തോമസിനായിരുന്നു വിജയം. 79-ൽ ഇടതിലേക്ക് മടങ്ങിയെത്തിയ മാണി വിഭാഗം 1980-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ KM ചാണ്ടിയെ പരാജയപ്പെടുത്തി. സ്കറിയ തോമസിന്റെ 2ാം ജയം. 1984-ൽ മണ്ഡലം വീണ്ടും ചുവന്നു. CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് കുറുപ്പ് പാർലമെന്റിലെത്തി. 1989-ൽ രമേശ് ചെന്നിത്തലയിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. 91-ലും 96-ലും തുടർ വിജയത്തോടെ രമേശ് മണ്ഡലത്തിലെ ആദ്യ ഹാട്രിക് വിജയം നേടി. ജനതാദളിലെ ജയലക്ഷ്മിയെ തോൽപ്പിച്ചായിരുന്നു ചെന്നിത്തലയുടെ ഹാട്രിക് വിജയം. പക്ഷേ 4ാം അംഗത്തിൽ കോട്ടയം രമേശിനെ കൈവിട്ടു. സുരേഷ് കുറുപ്പ് മടങ്ങിയെത്തി. 98 മുതൽ 2004 വരെ സുരേഷ് കുറുപ്പായിരുന്നു മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി. ചെന്നിത്തലയ്ക്ക് ശേഷം സുരേഷ് കുറുപ്പും മണ്ഡലത്തിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കി. 2009-ലും 2014-ലും കേരള കോൺഗ്രസിൽ നിന്ന് ജോസ് കെ മാണി വിജയിച്ചു കയറി. 2019-ലെ UDF തരംഗത്തിൽ അധികം വിയർക്കാതെ തന്നെ കോട്ടയത്ത് മാണി കോൺഗ്രസ് വിജയിച്ചു കയറി. ഇത്തവണ കഴിഞ്ഞ തവണ തോറ്റ പാർട്ടിക്കൊപ്പമാണ് മാണി കോൺഗ്രസ്. കണക്കിൽ UDF കോട്ടയാണെങ്കിൽ ഇത്തവണ ഇരുമുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാര്യമായ മുന്നേറ്റമില്ലെങ്കിലും നിശ്ചിത വോട്ട് ബാങ്ക് മണ്ഡലത്തിൽ BJP-ക്കുണ്ട്. കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC തോമസിന് 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 2014-ൽ NDA സ്ഥാനാർത്ഥി നോബിൾ മാത്യു നേടിയത് 44,357 വോട്ടുകളാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കണ്ടത് 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ വർധന. ഇത്തവണ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന് BJP കരുതുന്നു. ഇത്തവണ NDA സഖ്യകക്ഷിയായ BDJS ആണ് മത്സര രംഗത്ത്. BDJS-ന്റെ വരവോടെ വോട്ട് ചോർച്ച ഇടതു നിന്നാകുമോ വലത്തു നിന്നാകുമോ എന്ന ആശങ്ക ഇരുമുന്നണിക്കുമുണ്ട്. ആർക്കും പ്രവചിക്കാനാകാത്തതാണ് കോട്ടയത്തുകാരുടെ വോട്ടു മനസ്സ്. സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കി പാർലമെന്റിൽ എത്തിക്കുന്ന ശീലവും ഇവിടെ കാണാം. തുല്യ പ്രതീക്ഷകൾ ഇരുകൂട്ടരും പങ്കുവെക്കുമ്പോൾ അക്ഷരനഗരിയിലെ അഭിമാന പോരാട്ടത്തിൽ ഇത്തവണ ജനമനസ്സ് ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിപ്പ് തുടരുക തന്നെ.